കുമരകത്ത് ഹൗസ് ബോട്ട് മുങ്ങി. ബോട്ടിനുള്ളിൽ ഉറങ്ങുകയായിരുന്ന ഉത്തർപ്രദേശ് സ്വദേശികളായ കുടുംബം രക്ഷപ്പെട്ടു. ഒരാൾക്ക് പരിക്ക്. കുമരകം ചീപ്പുങ്കൽ പെണ്ണാർ തോടിൻ്റെ തീരത്ത് അടുപ്പിച്ചിരുന്ന സ്വകാര്യ ഹൗസ് ബോട്ട് വെള്ളം കയറി മുങ്ങുകയായിരുന്നു. ബോട്ടിലുണ്ടായിരുന്ന ഉത്തർപ്രദേശ് സ്വദേശികളായ കുടുംബം രക്ഷപ്പെട്ടു. വിനോദസഞ്ചാരത്തിന് എത്തിയ ഇവരുടെ കൂട്ടത്തിൽ 5 വയസ്സുള്ള കുട്ടിയും ഉൾപ്പെട്ടിരുന്നു. വെള്ളിയാഴ്ച പുലർച്ചെ 2:45 സംഭവം. തിരുവനന്തപുരത്തെ ഒരു ട്രാവൽ ഏജൻസി വഴി 7 ദിവസത്തെ കേരള സന്ദർശനത്തിന് എത്തിയ ഗജേന്ദ്ര സിംഗ് 28, ഭാര്യ അഞ്ജലി 28, മകൻ അഷു 5, അഞ്ജലിയുടെ സഹോദരൻ രാഘവ് 27 എന്നിവരാണ് ബോട്ടിൽ ഉണ്ടായിരുന്നത്. വ്യാഴാഴ്ചയാണ് ഇവർ കുമരകത്ത് എത്തിയത്. കായൽ യാത്രയുടെ ക്ഷീണത്തിൽ ഉറങ്ങിപ്പോയ സഞ്ചാരികൾ കിടപ്പുമുറിയിൽ വെള്ളം നിറഞ്ഞപ്പോഴാണ് അപകട വിവരം അറിഞ്ഞത്. തുടർന്ന് ബോട്ടിൻ്റെ കിടപ്പുമുറിയുടെ ജനൽ ചില്ല് ഗജേന്ദ്ര സിംഗ് തലകൊണ്ട് ഇടിച്ചു പൊട്ടിച്ചാണ് മറ്റുള്ളവർക്ക് പുറത്തിറങ്ങാൻ വഴിയൊരുക്കിയത്. സഞ്ചാരികളുടെ നിലവിളി കേട്ട സമീപത്ത് താമസിക്കുന്ന ബോട്ട് ഉടമയും വീട്ടുകാരും നാട്ടുകാരും ഓടിയെത്തി. അവരെല്ലാം ചേർന്ന് ഇവരെ കരകയറ്റി. ജനൽച്ചില്ല തലകൊണ്ട് ഇടിച്ചു പൊട്ടിക്കുന്നതിനിടെ ഗജേന്ദ്ര സിംഗിൻ്റെ തലയ്ക്കും കഴുത്തിനും കൈവിരലുകൾക്കും കാലിനും മുറിവേറ്റു. പണവും സാധന സാമഗ്രികളും അടക്കം 6 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായെന്ന് ഇവർ പറഞ്ഞു. ആലപ്പുഴയിൽ നിന്ന് എത്തിയ രക്ഷാപ്രവർത്തകർ കപ്പിയും ക്രെയിനും ഉപയോഗിച്ച് ബോട്ട് പകുതിയോളം ഉയർത്തി. വസ്ത്രങ്ങളും ബാഗുകളും മൊബൈൽ ഫോണുകളും പണവും ബോട്ടിൽ നിന്ന് കണ്ടെത്തി. ബോട്ടിന് 25 ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കിയിട്ടുള്ളത്. സഞ്ചാരികൾക്കുണ്ടായ നഷ്ടങ്ങൾക്ക് പകരമായി 2,75,000 രൂപ ബോട്ടുടമ നൽകി. മടങ്ങിപ്പോകാനുള്ള യാത്രാ ടിക്കറ്റും നൽകിയാണ് കുടുംബത്തെ ബോട്ടുടമ യാത്രയാക്കിയത്.